കത്തെഴുത്തുകാരൻ. 10-25 വർഷങ്ങൾക്ക് മുൻപാണ് തിരുവനന്തപുരത്ത് ആര്യശാലയിലുള്ള എൻ്റെ ഓഫീസിനു മുന്നിൽ ഒരു പോസ്റ്റ് ഓഫീസ് ഉണ്ടായിരുന്നു. അവിടെ എന്നും രാവിലെ മുടങ്ങാതെ ഒരാൾ വരും. 5-10 രൂപയ്ക്ക് അയാൾ 50 പൈസയുടെ കുറേ കാർഡുകൾ വാങ്ങും. തൊട്ടു താഴെയുള്ള സിമൻ്റ് പടവിലിരുന്ന് ഓരോ കാർഡിലായി പലതും എഴുതും. എന്നിട്ട് APJ അബ്ദുൽ കലാം, മോഹൻലാൽ, മമ്മൂട്ടി, മൻമോഹൻ സിംഗ്, സുരേഷ് ഗോപി, സച്ചിൻ, രജനീകാന്ത് എന്നിങ്ങനെ പലരുടെയും പേരെഴുതി അവയെല്ലാം ചുവന്ന തപാൽ പെട്ടിയിലിടും. ആത്മസംതൃപ്തിയോടെ കുറച്ചു നേരം അങ്ങനെ നിൽക്കും. ജടപിടിച്ച താടിയും മുടിയും ഉഴിഞ്ഞ് ചിരിക്കും. അന്നേരം അയാളുടെ മനസ്സിൽ ആ കത്തുകൾ സച്ചിനും മമ്മൂട്ടിയുമൊക്കെ വായിക്കുന്ന ആഹ്ലാദമാണ്, ആനന്ദമാണ്. ഇടയ്ക്ക് ബോക്സ് തുറന്ന് കത്തുകൾ എടുക്കുന്ന പോസ്റ്റ് ഓഫീസിലെ ജീവനക്കാർ ആ കത്തുകൾ ക്ഷമയോടെ എടുത്ത് മറ്റൊരിടത്ത് മാറ്റിവെക്കും. അയാളത് അനേക നാൾ തുടർന്നുകൊണ്ടേയിരുന്നു. ചിലർ പറഞ്ഞു, പഠിപ്പിനിടയിൽ മനസ്സിൻ്റെ താളം തെറ്റിപ്പോയ ഒരു പോസ്റ്റ് മാസ്റ്ററുടെ മകനാണ്. പോസ്റ്റ് ബോക്സിൻ്റെ മുന്നിൽ നിന്ന് മമ്മൂട്ടിയും രജനീകാന്തുമൊക്കെ തൻ്റെ കത്തുകൾ വായിക്കുന്നതായി ഉൾക്കണ്ണിൽ കണ്ട് ആനന്ദിക്കുന്ന അയാളുടെ നിൽപ്പിനെ സ്ഥിരബുദ്ധിയോടെ പലരും ചെയ്യുന്ന ജീവിതത്തിലെ പല പ്രവൃത്തികളും ഓർമ്മിപ്പിക്കുമായിരുന്നു.